എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 3-ാം തീയതി ബ്രേക്ക് ഔട്ടായ ചില ഷെയർസിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ബ്രേക്ക് ഔട്ട് ചെയ്ത ഷെയർ ശോഭ ലിമിറ്റഡ് എന്ന ഷെയറാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1119 രൂപയാണ്. ഏകദേശം 10% ഇന്ന് അപ്പായിട്ടുള്ളത്, അതായത് 108 രൂപ ഇന്ന് അപ്പായിട്ടുണ്ട്. ഇതാണ് ശോഭ ലിമിറ്റഡിൻ്റെ ചാർട്ട്. ഒരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് പിന്നെ ഒരു സ്റ്റക്കായിട്ട് പിന്നെ കുറച്ച് നാൾ ഒരു മാസത്തോളം ഒരു കൺസോളിഡേഷൻ റേഞ്ച്, അതിന് ശേഷമാണ് ഇന്ന് ആ കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ഔട്ട് പോയത് വിത്ത് വോളിയത്തോട്. നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൻ്റെ സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഏകദേശം 1000-ലാണ് ഒരു സപ്പോർട്ട് പോയിന്റ് ഉള്ളത്. വരും ദിവസങ്ങളിൽ ഇതൊരു അപ്സൈഡ് മൂവ്മെൻറ്റിന് നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. ഇത് അടുത്ത ബ്രേക്ക് ഔട്ട് ആയ ഷെയറാണ് ACE ലിമിറ്റഡ്, ഏഷ്യൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ലിമിറ്റഡ്, അതായത് ACE ലിമിറ്റഡ്. അതിൻ്റെ NSE കോഡ് ACE. 925 രൂപയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. 6% ഇന്ന് അപ്പായിട്ടുള്ളത്, 6%. ഇതാണ് ACEയുടെ ചാർട്ട്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് 880-ലായിരുന്നു ഒരു റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസാണ് ബ്രേക്ക് ഔട്ടായി പോയിട്ടുള്ളത്. വിത്ത് നല്ല വോളിയത്തോട് 2 ദിവസമായിട്ട് നല്ല വോളിയം ജനറേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരു അപ്സൈഡ് വന്നിട്ട് ഈ റേഞ്ചിൽ ഒരു 800 റേഞ്ചിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു ഇവിടെ. ആ ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയത്തോടുകൂടി കയറിപ്പോയി. ഇവിടെ കാണാൻ പറ്റും. ആ റേഞ്ച് അത് കഴിഞ്ഞിട്ട് ഒരു നാരോ റേഞ്ച് അതായത് ഒരു കൺസോളിഡേഷൻ ഏരിയയിൽ ആ 800 എന്ന് പറഞ്ഞ പോയിന്റ് സപ്പോർട്ടായിട്ട് നിലവുണ്ട് ഇവിടെ. ഇത് സപ്പോർട്ടായിട്ട് ഫോം ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തു 880. അപ്പോൾ 800 ഒരു 10% ഡിഫറൻസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഒരു 2 മാസത്തോളം. അതിനുശേഷം നന്നായിട്ട് വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട്. നമുക്ക് അടുത്തൊരു ഇതിൻ്റെ സപ്പോർട്ട് ഏകദേശം ഇപ്പോൾ വരുന്ന സപ്പോർട്ട് എന്ന് വെച്ചാൽ ഏകദേശം 840-ലാണ് ഇപ്പോൾ കറണ്ട് സപ്പോർട്ടായിട്ട് നമുക്ക് ഇതിനെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ വരും ദിവസമുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്കിതിൽ പ്രതീക്ഷിക്കാം. അടുത്ത ഷെയർ ഓൾ കാർഗോ ടെർമിനൽസ് ലിമിറ്റഡ്, 63 രൂപ 90 പൈസയുടെ ഇന്ന് അപ്സൈഡ്. അടുത്ത ഷെയർ ഓൾ കാർഗോ ടെർമിനൽസ് ലിമിറ്റഡ്, 63.90 കറണ്ട് മാർക്കറ്റ് റേറ്റ്. അത് ഏകദേശം 20% ഉയർന്നത്. അതിന് മുകളിൽ നോക്കുക, 1,42,00,000 ഷെയർസാണ് ഇന്ന് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഹൂജ് വോളിയത്തോടു കൂടിയിട്ട് അത് കയറിയിട്ടുള്ളത്. ഇതാണ് ഓൾ കാർഗോ ടെർമിനൽസിൻ്റെ ചാർട്ട്. ഇവിടെ 55-ൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസാണ് ഇന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കൺസോളിഡേഷൻ വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമുക്കൊരു എൻട്രി എന്ന് വെക്കണം. കാരണം ഇത്രയും വലിയ ക്യാൻഡിലായതുകൊണ്ട് ചിലപ്പോൾ നാളെയും ഗ്യാപ്പ് ആവാം, പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഷെയറിൽ നമ്മൊന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് അഭികാമ്യം. ഓടിച്ചെന്നിട്ട് ഇതിലേക്ക് തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് നമ്മൾ ഒരിക്കലും തലവെച്ച് കൊടുക്കേണ്ട. അപ്പോൾ ഇത് നമ്മളുടേതായ ഫേവറേറ്റ് റേറ്റിൽ വരുമ്പോൾ മാത്രം ഇതിൽ എൻട്രി നമ്മൾ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയും വലിയ ക്യാൻഡിലായതുകൊണ്ടാണ് പറയുന്നത്. ഈ സമീപകാലത്തൊന്നും ഇത്രയും വോള്യൂം വന്നിട്ടില്ല. അപ്പോൾ ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കുക. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട്
ഒരു ചെറിയൊരു കറക്ഷൻ വരുമ്പോൾ നമുക്ക് അതിലൊരു എൻട്രി അഭികാമ്യമാണ് ഇതിൽ. അടുത്ത ഷെയർ ഷാർദ മോട്ടോർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 1395 കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. 7% ഇടുന്ന അപ്പായിട്ടുള്ളത്. ഇതാണ് ഷാർദ മോട്ടോർ ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട്. നമുക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി മനസ്സിലാവും. ഒരു അപ്സൈഡ് പോയി അതിന് ശേഷം ഒരു ഡൗൺ വന്നു, വീണ്ടും ഈ റെസിസ്റ്റൻസ്, ഇവിടെ കാണുന്ന ഈ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു 1100 അടുത്ത്. ആ റെസിസ്റ്റൻസ് കയറിപ്പോയി, വിത്ത് വോളിയത്തോടുകൂടി കയറിപ്പോയി. അതിനുശേഷം വേറൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്തു 1350. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തു. എന്നിട്ട് ഇത് താഴുന്നത് ഈ റെസിസ്റ്റൻസ്, ഈ 1100 എന്നുള്ള റേഞ്ച് സപ്പോർട്ട് എടുക്കാനായിട്ട് താഴ്ന്നു. അതിനുശേഷം വീണ്ടും ഇവിടം വരെ വന്നു. ഒരു 2 ദിവസം ഒരു കൺസോളിഡേഷൻ റേഞ്ച് കളിച്ചു. അതിനുശേഷമാണ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഒരു സപ്പോർട്ട് വരുന്നത് ഇവിടെയുണ്ട്. 1300 ഇതിൻ്റെ ഒരു സപ്പോർട്ട് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും കയറുന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡിൽ പ്രതീക്ഷിക്കാം. അടുത്ത ഷെയർ IRCON ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഷെയറാണ്. 187 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. 7% ഇടുന്ന അപ്പായിട്ടുള്ളത്. അതിന് വോളിയം നമ്മൾ നോക്കിയാൽ കാണാറ് 8 ലക്ഷത്തിൽ ചില്ലാനും വോളിയം. 8 കോടിയാണ് ഇന്ന് അതിൻ്റെ വോളിയം നടന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ വോളിയം കണ്ട 8 കോടി വോളിയം ട്രേഡ് നടന്നിട്ടുള്ളത് ഇന്ന്. ഇതാണ് IRCOൻ്റെ ചാർട്ട്. ഈ ചാർട്ടിൽ നോക്കിയാലാണ് ഇവിടെ റെസിസ്റ്റൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോർമേഷനാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ചാർട്ട് വന്നിട്ടുള്ളത്, ട്രയാങ്കിൾ ഫോർമേഷൻ. അപ്പോൾ ഇതും നമുക്കൊരു അപ്സൈഡിലേക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഏകദേശം 175 സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. അപ്പോൾ ഇത്രയും ഷെയർസാണ് ഡിസംബർ 3 ബ്രേക്ക് ഔട്ട് ആയ ഷെയർസ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.